എത്ര ലിറ്റർ പാലുണ്ട്? ഒരു 20-25 ലിറ്റർ പാലുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞാൽ 3 വട്ടം കറക്കണം, 3 നേരം കറക്കണം. അപ്പൊ എൻട്രൻസ് ആയിട്ട് പാസ്സായി നിൽക്കുമ്പോഴാണ് ചേട്ടന്റെ പ്രപ്പോസൽ വന്നത്. അപ്പൊ എന്റെ വീട്ടില് പശുവുണ്ട്. അപ്പൊ എനിക്ക് തോന്നി എന്റെ ഒരു ഇതാണ്. എപ്പോഴും പശു വളർത്തൽ വിജയിക്കണമെങ്കിൽ കുടുംബത്തിന്റെ സപ്പോർട്ട് വേണം. അപ്പൊ എടപ്പറമ്പ് ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചേരൂർ എന്ന സ്ഥലത്ത് ചന്ദ്രൻ ചേട്ടന്റെ ജ്യോതി ചേച്ചിയുടെ അടുത്താട്ടോ. ഇവിടെ പശു വളർത്തുന്നുണ്ട്. ഇവര് പാലളക്കുന്ന സൊസൈറ്റിയിലാണ്. എന്നിട്ടും പശു വളർത്തൽ ലാഭകരമാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ പശുക്കളെ 3 നേരം കറക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഇവിടെ എത്ര പശുക്കളുണ്ട് ഇപ്പൊ? 10-17 പശുക്കളുണ്ട്. 17 പശുക്കളുണ്ട്. ഇവിടെ കുട്ടികളെ വളർത്തിയെടുക്കുവാണോ? അതെ, കുട്ടികളെ ഇവിടെ വളർത്തിയെടുക്കും. പശുക്കുട്ടികളെ ഒന്നും കൊടുക്കില്ല. ഒരു കുട്ടികളൊക്കെ ഒരുവിധം വലുതാവുമ്പോ കൊടുക്കും. മോനാണ് ഇപ്പൊ എല്ലാതും ഉണ്ടാവുമ്പോ വരശല്യം മൂലമൊക്കെ ഇങ്ങനെ ചത്തുപോവാറാണ് പതിവ്. ഇപ്പൊ മോനായിട്ട് നോക്കി ഒക്കെ ഇപ്പൊ കിട്ടി 6 കുട്ടികളെ. ചേച്ചി ഇവിടെ ഓരോ പശുക്കൾക്കും പേരിട്ടാട്ട വിളിക്കുന്നത്. അതായത് വീട്ടമ്മ വളർത്തുമ്പോ സ്നേഹിച്ച് ഓമനിച്ചാണ് ചേച്ചി ഇവിടെ പശുക്കളെ വളർത്തുന്നത് അല്ലേ? ഓക്കെ, അതിനൊരു കാരണം കൂടെ ഇല്ലേ? കാരണം ഉണ്ടോ? ഞാൻ എല്ലാവരും പേര് വിളിച്ച എല്ലാവരും എത്തിക്കോളും. ഒരാളെ വിളിച്ചാ മതി, അവ അരിയായിട്ട് ഇങ്ങോട്ട് പോന്നോളും. ഇയാളുടെ പേരെന്താ? ഇവന്റെ പേര് ചിക്കി. ചിക്കി. എന്തുകൊണ്ടാ ചിക്കിന്ന് ഇടാൻ കാരണം? ചിക്കിന്ന് ഇടാൻ ഒരു കൊണ്ടുവന്നപ്പോ നല്ല ഭംഗിയായിരുന്നു. 2 ആളെയും കാണാൻ. ചെറുപ്പത്തില് മേടിച്ചു കൊടുന്നത് അച്ഛൻ. അപ്പൊ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ ചിക്കിന്ന് ഇട്ടു. ഓടി വന്നിട്ട് ചിക്കി ഇട്ടു. അപ്പൊ പിന്നെ അവൾക്ക് ലക്ഷ്മിന്ന് ഇട്ടു. ലക്ഷ്മിന്ന്. ഇവിടെ ഇപ്പൊ കുട്ടികളുണ്ടോ? അതെങ്ങനെയാണ്? മിൽക്കി. ചിക്കിയുടെ കുട്ടിയാണ് മിൽക്കി. ഓക്കെ, എന്തായാലും അത് നമുക്ക് കാണാൻ. എത്ര ലിറ്റർ പാലുണ്ട്? ഒരു 20-25 ലിറ്റർ പാലുണ്ട്. പ്രസവിച്ചു കഴിഞ്ഞാൽ 3 വട്ടം കറക്കണം. ഇവിടുത്തെ ഒരു പശുപാലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കറവ 3 നേരാണ് അല്ലെ? ഇവർ 2 പേര്. ഇവർ 2 പേര്. എന്തുകൊണ്ടാണ് അങ്ങനെ കറക്കണെന്ന്? ചൊരന്നു പോവും പാല്. ചൊരന്നു പോവും. ഏതൊക്കെ ടൈമില് കറക്കും? അപ്പൊ ടൈമില് 3 മണി ആകുമ്പോ കറക്കും. പിന്നെ ഒരു 1 മണി ആകുമ്പോ 12 മണിയാകുമ്പോ കറക്കും ഉച്ചക്ക്. പിന്നെ പുലർച്ച പിന്നെ ഒരു 5-7 മണിയാകുമ്പോ കറക്കും. അങ്ങനെ 3 നേരമായിട്ട് കറക്കും. എത്ര രൂപയ്ക്ക് ഇവിടെ വാങ്ങിച്ചപ്പോ? ഇവര് ഒരാളെ 10,000 രൂപയ്ക്ക്. 10,000 രൂപയ്ക്ക്. ഓക്കെ. ഇവളുടെ പേര് ലക്ഷ്മി. ലക്ഷ്മി. ഓക്കെ. എനിക്ക് ഇവളിപ്പോ എത്രാമത്തെ പ്രസവമാണ്? അത് ഒരു ഒന്നാമത്തെ. 2 പേര് ഒന്നാമത്തെ തന്നെയാണ്. ഒന്നാമത്തെ. ഇവളുടെ കുട്ടിയുണ്ട് ഇപ്പൊ? ഉണ്ടോ? ദേവി അങ്ങേറ്റത്തുണ്ട്. ഓക്കെ. ഇവളോ? ഇത് രാജി. ഓക്കെ. ഇവക്ക് ഇപ്പൊ എത്ര ലിറ്റർ പാലൊക്കെ ഉണ്ട്? ഇവൾക്ക് 10 ലിറ്റർ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇവളുടെ കുട്ടി? അവളുടെ കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്, ജാനകി. ഇവള് ചെന്നൈയിലാണോ? അല്ല, കുത്തിവെച്ചുണ്ട്. ചനിയുണ്ട്. ചെനയുണ്ട്. എത്ര മാസം? ഒരു 5 മാസമായി ഉണ്ടാവണം. 5 മാസമായിട്ടുണ്ട്. അപ്പൊ ഇവിടെയോ? ഇത് കിങ്ങിണി. കിങ്ങിണിന്ന് ഇടാൻ കാരണം ഇത് അമ്മയുടെ പേര് മായ എന്നായിരുന്നു. അപ്പൊ കിങ്ങിണി ഞാൻ പറയും പേരെന്താ, മോളുടെ കൊച്ചിനെ വിളിച്ച് ചോദിക്കാം എന്താ പേരിടണ്ട്. അപ്പൊ കിങ്ങിണിന്ന് ഇട്ടോ അമ്മേ, കിങ്ങിണിന്ന് ഇട്ടോ പറയും. അപ്പൊ അങ്ങനെ കിങ്ങിണിന്ന് ഇട്ടു. ഇത് രാജപ്പൻ എന്ന പേര്. രാജപ്പൻ. രാധയുടെ കുട്ടിയാണ്. ഇവന് എത്ര മാസം പ്രായം? ഇപ്പൊ ഒരു 6-7 മാസം ഉണ്ടാവും. ഓക്കെ. മൂരിക്കുട്ടി നിർത്താം? മൂരിക്കുട്ടൻ. ഓക്കെ. നിർത്താറുണ്ടോ ഇവിടെ? മൂരിക്കുട്ടിനെ ഒരുവിധം വലുതാവുമ്പോ കൊടുക്കും അല്ലെ? ഓക്കെ. ഇവളോ? നന്ദിനി. എനിക്ക് നന്ദിനി ഇപ്പൊ റെസ്റ്റിംഗ് ടൈം ആണല്ലേ? റെസ്റ്റിംഗ് ടൈം ആണല്ലേ? ഓക്കെ. നന്ദിനി എനിക്ക്. ഇവളുടെ കുട്ടിയുണ്ടോ? നന്ദിനിക്ക് കുട്ടിയില്ല. അതേപോലെ വരശല്യായിട്ട് നമ്മുടെ കയ്യിന്ന് പോയി അല്ലേ? ഓക്കെ. ഇവളോ? അത് അമ്മു. ഇവക്ക് എന്താ അമ്മൂന്ന് ഇടാൻ കാരണം? ഇവളുടെ അമ്മയ്ക്ക് നല്ലോണം പാല് കിട്ടണായിരുന്നു. അങ്ങനെ എപ്പോഴാ കിട്ടില്ലേക്കാ കിട്ടില്ലേക്കായിട്ട് അങ്ങനെ അമ്മൂന്റെ അമ്മേനെ കൊടുത്തു. കൊച്ചിനെ ഞാൻ കൊടുത്തില്ല. ഇതിന് മാത്രം ഞാൻ കൊടുത്തില്ല. ഇവളോ? രാജപ്പന്റെ അമ്മ. ഓക്കെ. ഇവൾക്ക് എത്ര ലിറ്റർ പാലുണ്ട്? ഇവൾക്ക് നന്നായി പാലുണ്ട്. 10-15 ലിറ്റർ. ഓക്കെ. ഇവളോ? ഇത് സുന്ദരൻ. ഇവനല്ലേ? ലാസ്റ്റ് ഒരാളുണ്ട്. ഇത് സുന്ദരന്റെ അമ്മയാണ്. അവളെ ചെറുപ്പത്തില് കൊണ്ടുവന്നതാ. വേറൊരു പശുവിനെ വാങ്ങിക്കാൻ പോയിപ്പോ ഇങ്ങനെ നിക്കണ കണ്ടപ്പോ കുട്ടീനെ മേടിച്ചു കൊണ്ടുവന്നതാ. അപ്പൊ 3 മാസം പ്രായമുള്ളോ. അപ്പൊ കുപ്പിപ്പാല് കൊടുക്കും. മിൽക്ക് കുപ്പിപ്പാല് കൊടുത്തിട്ട് അങ്ങനെ നോക്കിയതാ. അപ്പൊ ചേച്ചിക്ക് പശു വളർത്തിയിട്ട് എന്ത് ലാഭമാണ് ഉണ്ടായത്? പശു വളർത്തിയിട്ട് എല്ലാം കൊണ്ടും ലാഭം തന്നെയാ. പശു വളർത്തിയിട്ട്
ഇപ്പൊ മോനായാലും മോൾക്കായാലും ഒരു 2 മക്കളാണ് എനിക്ക്. അതില് മോളെ മാമ്പ്രക്ക് കെട്ടിച്ചു, മോനെ ചിറ്റിശ്ശേരി പാലിക്കരേന്ന് കൊടുന്നു. പിന്നെ അച്ചാച്ചനാണ് പണ്ടൊരു പശുവിനെ തന്നത്. അങ്ങനെ അതിനെ വളർത്തി. പിന്നെ ചേട്ടൻ മരം മുറിച്ച് പൈസ കൂടുതൽ കിട്ടുമ്പോ അപ്പൊ പശുക്കുട്ടികളെ മേടിച്ചു കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് കൂട്ടി ഇതാണ് ഇപ്പൊ ഈ പശുക്കള്. പിന്നെ കുടുംബം കഴിഞ്ഞു പോണത് അതുകൊണ്ടാണ്. ചേട്ടന് മരമുറിയായിരുന്നു. ചേട്ടൻ മരമുറിക്ക് ചേട്ടന് പോവാൻ പറ്റാണ്ടായി. ഇപ്പൊ തലകറക്കം കാരണം ഇപ്പൊ പശുക്കളെ കൂടുതൽ വാങ്ങിച്ചു ഞങ്ങള്. ഇപ്പൊ പശു കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആദ്യം എത്ര പശു ചേച്ചി സ്റ്റാർട്ട് ചെയ്ത്? 2 എണ്ണം. ഓക്കെ. ചേച്ചി ഇവിടെ വന്നപ്പോ 2 എണ്ണം. പിന്നെ ചേട്ടൻ കുറച്ച് കുട്ടികളെ മേടിച്ച് വളർത്തി. അങ്ങനെ വലുതായി. ഇപ്പൊ ചേട്ടന് പോവാൻ പറ്റാണ്ടായി. ഇപ്പൊ ഒരു 4 എണ്ണത്തിനെ കൂടി മേടിച്ചു. അങ്ങനെ ഇപ്പൊ ഇത്രയും പശുക്കളായി, അവരുടെ കുട്ടികളും ഒക്കെ ആയിട്ട്. ഓക്കെ. ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് എന്താ പറയാ, ഈ പശു വളർത്തൽ ചേച്ചിക്ക് ലാഭകരം തന്നെയാണ് അല്ലെ? അതെ, എല്ലാ കൊണ്ടും ലാഭം തന്നെയാ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്കും മക്കൾക്കായാലും ഇപ്പൊ എല്ലാവരും എന്തെങ്കിലും ചെയ്യണമെങ്കിലും ആരോടും ചോദിക്കണ്ടല്ലോ. നമ്മുടെ കയ്യില് പൈസ ഉണ്ടാവും. പാലും തൈരൊക്കെ കൊടുത്തിട്ടായാലും എപ്പോഴും നമ്മുടെ കയ്യില് പൈസ ഉണ്ടാവും. മോൻ +2 വരെ പഠിച്ചു, മോള് അത് MLT വരെ പഠിച്ചു. ഈ വീട്ടിലെ മരുമകളാട്ടോ ചേച്ചി പേരൊന്ന് പറയോ? ശ്രുതി. സാധാരണ നമുക്കൊക്കെ പെൺപിള്ളേർക്കൊക്കെ പശുവുള്ള വീട്ടിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചേച്ചി എന്തുകൊണ്ടാണ് പശുവുള്ള വീട്ടിലേക്ക് വന്നത്? ശരിയാണ്. എനിക്ക് ഈ പ്രപ്പോസൽ വന്നപ്പോ തന്നെ വീട്ടില് പശു ഉണ്ടെന്ന് പറയുമ്പോ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. റിലേറ്റീവ്സ് ഒക്കെ പറയാം, അയ്യോ അവരുടെ വീട്ടില് പശു ഉണ്ട്, ഭയങ്കര പണിയായിരിക്കും, കുട്ടിക്ക് ഭയങ്കര പണിയായിരിക്കുന്നു. ഞാൻ ഈ ഡയറി ഡിപ്ലോമ കഴിഞ്ഞ ആളാണ്. അപ്പൊ ഞാൻ ഇതിന്റെ എൻട്രൻസ് എഴുതിയിരിക്കുമ്പോഴാണ് ചേട്ടന്റെ പ്രപ്പോസൽ എനിക്ക് വരുന്നത്. അപ്പൊ ഞാൻ പശുക്കളോടുള്ളൊരു ഇഷ്ടം, പിന്നെ എനിക്ക് പാല് കുടിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ വന്നിട്ടാണ് ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞതും അതിന് ചേർന്നതും. അപ്പൊ എൻട്രൻസ് എഴുതി പാസ്സായി നിൽക്കുമ്പോഴാണ് ചേട്ടന്റെ പ്രപ്പോസൽ വന്നത്. അപ്പൊ എന്റെ വീട്ടില് പശു ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി എന്റെ ഒരു ഇതാണ് എന്ന്. അങ്ങനെ വന്നതാണ്. ഇവിടെ വന്നപ്പോ പശുക്കളൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി. ഞാൻ വരുമ്പോ ഇവിടെ ഒരു 6 പശു ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഒരു തൊഴുത്തുണ്ടായിരുന്നുള്ളൂ, 6 പേര്. ഇന്ന് എനിക്ക് അവരുടെ പേര് ബൈഹാത്ത. ഞാൻ വരുമ്പോ ഈ 2 ആൾക്കാരുണ്ട് കേട്ടോ, 2 പേരുണ്ട്. ബാക്കി എല്ലാവരൊക്കെ കൊടുത്തു. ഇന്ന് 10-12 ആളുണ്ട്. അത് വലിയൊരു ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ്. അപ്പൊ ചേച്ചി വന്ന് പശുവിന്റെ കൂട്ടി അല്ലേ? നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇത് കണ്ടില്ലേ, ഇവന്മാരൊക്കെ ഭയങ്കര കുസൃതിയാണ് കേട്ടോ. അപ്പൊ ചേച്ചി ആ കോഴ്സ് ചെയ്തെന്ന് പറഞ്ഞു. ആ കോഴ്സ് ചെയ്തതിന്റെ ഫലമായിട്ട് അവിടെ കിട്ടിയ ഐഡിയാസ് ഇവിടെ എന്താണ് ചെയ്തത്? ഈ ഒരു പശു ഫാമിൽ എങ്ങനെയാണ് ചെയ്തത്? നമ്മള് വിരശല്യം എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ ഷെഡ്യൂളൊക്കെ നോക്കാറുണ്ട്. പിന്നെ തീറ്റേനെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഡീപ്പായിട്ടില്ലെങ്കിലും ഒരു ഓവറോൾ ഐഡിയ ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ചേട്ടന് പറഞ്ഞു കൊടുക്കും, ഇന്ന തീറ്റ കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ പാലിൽ നിന്ന് ഞാൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കാറുണ്ട്. ബട്ടർ ഉണ്ടാക്കും, നെയ്യ് ഉണ്ടാക്കും, പനീർ ഉണ്ടാക്കും, പേട ഉണ്ടാക്കും, കോവ ഉണ്ടാക്കും, പിന്നെ ഷെയ്ക്ക്, അങ്ങനെ ഒരുവിധ എല്ലാ പ്രോഡക്റ്റും ഞങ്ങൾ ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. യോഗേർട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അതെയോ? ഞങ്ങളുടെ കോളേജിൽ കൾച്ചർ കിട്ടും, യോഗേർട്ടിന്റെ കൾച്ചർ കിട്ടും. അപ്പൊ അത് കൊണ്ടുവന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ ബൾക്കാക്കി ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല, അതിന് അത്ര ഡിമാൻഡ് ഇല്ലല്ലോ. മെയിനായിട്ട് തൈരാണ് മെയിൻ പ്രോഡക്റ്റ്. ചേച്ചി സെയിൽ ചെയ്യുന്നുണ്ട്? സെയിലില്ല, നമ്മള് വീട്ടിലേതായ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെ. ഓക്കെ. ഈ തീറ്റയുടെ കാര്യത്തിൽ എന്താ ചേച്ചി ശരിക്കും ഇവിടെ ചെയ്തത്? നമ്മള് ഇപ്പൊ ഓരോ തീറ്റയ്ക്ക് ഓരോ പ്രത്യേകത ഉണ്ടല്ലോ. ഇന്ന തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഷുഗർ, പാലിന്റെ ഈൽഡ് കൂടും. അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ചേട്ടന്. പിന്നാക്ക ഐറ്റംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പാല് കൂടുതലാവും. അപ്പൊ നമുക്ക് ആ പിന്നാക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ പാലിന്റെ ഫാറ്റ് കൂടും. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് പുല്ല് കൊടുക്കണം. അങ്ങനെയൊക്കെ പറയാറുണ്ട്. പിന്നെ ഇപ്പൊ ബേബി ആയ പിന്നെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, ആളുടെ പിന്നാലെയാണ്. അതെ. പിന്നെ ഡിവേമിങ്, അതായത് വിരയുടെ കാര്യങ്ങളും ഒക്കെ നോക്കാറുണ്ട്.